നമസ്കാരം. വാർത്താഭരിതമായ ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റി എന്നത് തന്നെയാണ്. വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. BJP ബാന്ധവ വിവാദത്തിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ നീക്കി. ഇന്നലെ ചേർന്ന CPIM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനമുണ്ടായതിന് പിന്നാലെയാണ് നടപടി. TP രാമകൃഷ്ണനാണ് ഇനി ഇടതുമുന്നണി കൺവീനർ. സംഘടനാ നടപടിയല്ലെന്ന് പറയുമ്പോഴും മുന്നണിയെ നയിക്കുന്നതിൽ EP ജയരാജന് പരിമിതികളുണ്ടായെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ് ഇക്കരെ കണ്ടിട്ട് എത്ര മാസമായി, എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേ കൂടി പോകുമായിരുന്നു, അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിയ ഈ പ്രതികരണമാണ് EP ജയരാജന്റെ സ്ഥാനം തെറിപ്പിച്ചത്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയത്തിൽ നടപടി വൈകുന്നതിനുള്ള CPIയുടെ അതൃപ്തി ഉയർത്തി MV ഗോവിന്ദനാണ് ചർച്ചയ്ക്ക് തുറക്കമിട്ടത്. പിന്നാലെ EP ജയരാജൻ രാജിസന്നദ്ധത അറിയിച്ചു. എന്നാൽ നടപടി നേരത്തെ വേണമെന്ന VN വാസവന്റെ അഭിപ്രായം EP ജയരാജനെ ക്ഷുഭിതനാക്കി. തുടർന്ന് ചിന്താ ഫ്ളാറ്റിലെ മുറിയൊഴിഞ്ഞ് ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ EP ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങി. പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നെന്നുമായിരുന്നു വിഷയത്തിൽ EPയുടെ വിശദീകരണം. കണ്ണൂരിലെത്തിയ EP ജയരാജൻ ഒറ്റ വാക്കിൽ മാധ്യമങ്ങളോട് മറുപടി ഒതുക്കി. പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണന് പകരം ചുമതല നൽകിയിട്ടുണ്ട്. മുന്നണി പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ EP ജയരാജന് പരിമിതികളുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. അത് സംബന്ധിച്ച് LDFന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതിയുണ്ടായിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത്. EP ജയരാജനെ മാറ്റിയത് പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് പറയാനാകില്ലെന്ന് നിയുക്ത LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കൺവീനറുമായി പലപ്പോഴും ആളുകൾ മാറി മാറി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റമാണ് ഇക്കാര്യത്തിലും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. കുറച്ചു വൈകിയെങ്കിലും ഒരു മുഴം മുൻപേ ഉള്ള CPMന്റെ ഏറാണ് EP ജയരാജന്റെ സ്ഥാനചലനം. നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. താഴെത്തട്ടിലുള്ള വിമർശനങ്ങൾ ഒഴിവാക്കുക കൂടി CPIM ലക്ഷ്യമിടുന്നു. ഷഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. CPIM പാർട്ടി സമ്മേളനങ്ങൾ നാളെ തുടങ്ങാനിരിക്കെയാണ് മുതിർന്ന നേതാവ് EP ജയരാജന്റെ പടിയിറക്കം. LDF കൺവീനർ പദവിയിൽ നിന്നും മാത്രമല്ല, അധികാര ചേരിയിൽ നിന്നുകൂടിയാണ് EP പുറത്താകുന്നത്. പാർട്ടിയിൽ പിണറായി വിജയന് പിന്നിൽ MV ഗോവിന്ദൻ ആധിപത്യമുറപ്പിക്കുന്നുവെന്നതും ശ്രദ്ധേയം. LDF കൺവീനർ പദവിയിൽ നിന്നാണ് EP ജയരാജൻ പുറത്താകുന്നതെങ്കിലും ഫലത്തിൽ പാർട്ടിയിലെ പ്രതാപകാലത്തിന്റെ പരിസമാപ്തി കൂടിയാണ് നടപടി. ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. സമ്മേളനകാലത്തെ ഒരു വെല്ലുവിളി കൂടി നേതൃത്വം വെട്ടിവീഴ്ത്തുന്നു. തന്നേക്കാൾ ജൂനിയറായ MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിയോഗിച്ചതിൽ EP ജയരാജൻ അതൃപ്തനായിരുന്നു. PB അംഗത്വം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന സെന്ററിലെ നേതൃതീരുമാന ചർച്ചകളിൽ നിന്ന് പുറത്തായതും EPക്ക് അമർഷമുണ്ടാക്കി. നീരസം EP പലതവണ പരസ്യമാക്കിയത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ വെളിപ്പെടുത്തൽ വിവാദം വെട്ടിനിരത്തിലിന് ആയുധമാക്കിയതോടെ പതനം. EPയുടെ എതിർശബ്ദങ്ങളെ ദുർബലമാക്കി സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നു എന്നത് രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിലെയും പാർട്ടിയിലെയും രണ്ടാമൻ പദവി കൂടുതൽ ഉറപ്പിക്കുന്നു. രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക പിന്നോട്ടിറക്കത്തിൽ EP ജയരാജന് P ജയരാജന്റേതിന് സമാനമായ വഴിയാണ് തുറക്കുന്നത്. പാർട്ടിയെ എക്കാലവും നിയന്ത്രിച്ച കണ്ണൂർ നേതാക്കൾക്കിടയിൽ ഇനി പുതിയ സമവാക്യം. EP ജയരാജൻ എന്ന രാഷ്ട്രീയ വൻമരമാണ് കടപുഴകുന്നത്. നിരന്തരം കലഹിച്ച EPയുടെ വെല്ലുവിളി MV ഗോവിന്ദന് മുന്നിൽ ദുർബലമാക്കപ്പെടുകയും ചെയ്യുന്നു. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24, കണ്ണൂർ. പിണറായി വിജയനും CPIMും കൈവിട്ടതോടെ EP ജയരാജന്റെ പതനം വേഗത്തിലായി. ഇനി ജയരാജൻ BJPയിൽ ചേരുമോ, CPIMൽ തുടരുമോ എന്ന ചർച്ചകളും സജീവമാണ്. വിവാദങ്ങൾ ജയിച്ച് ശക്തനായി തിരിച്ചുവരാൻ നേരത്തെ ജയരാജന് തുണയായത് പിണറായി വിജയനാണ്. ഇത്തവണ പക്ഷേ പിണറായിയുടെ പിന്തുണ MV ഗോവിന്ദനായിരുന്നു. വിഭാഗീയത നിറഞ്ഞ കാലത്ത് ജില്ലാ കമ്മിറ്റികളെയും നേതാക്കന്മാരെയും പിണറായിക്കൊപ്പം നിർത്തിയതാണ് EP ജയരാജൻ. ഇതിനുള്ള പ്രത്യുപകാരമായിരുന്നു വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തൽ. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനും പങ്കെടുത്തിരുന്നു. മുമ്പേ നീക്കേണ്ടതായിരുന്നെന്ന് ഒരു മന്ത്രി തുറന്നടിച്ചപ്പോൾ EP ജയരാജൻ ക്ഷുഭിതനായി. മുഖ്യമന്ത്രി നിശബ്ദത പാലിച്ചതോടെ
തീരുമാനം തനിക്കെതിരെന്ന് EP മനസ്സിലാക്കി. യോഗത്തിനു പിന്നാലെ AKG സെന്റർ ഫ്ളാറ്റിൽ നിന്ന് സാധനങ്ങളുമെടുത്ത് EP പടിയിറങ്ങി. സാങ്കേതികമായി EP ജയരാജൻ ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവിടെ നിന്നും ഒഴിവാക്കണമോ എന്ന് കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അതൃപ്തനാണ് EP. സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് പോയതും അതൃപ്തി പരസ്യമാക്കാനാണ്. ഇനി എന്താണ് EP-യുടെ നീക്കം? CPIM-ൽ തുടരുമോ? ഇനിയൊരു തിരിച്ചുവരവ് EP-ക്കുണ്ടാകുമോ? അതോ നടപടിക്ക് വഴിയൊരുക്കിയതിന് നിമിത്തമായ BJP-യിൽ ചേരുമോ? EP-യുടെ നിലപാടറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. 24 തിരുവനന്തപുരം. CPIM-ലെ കരുത്തരായ നേതാക്കളിൽ മുൻനിരയിലായിരുന്നെങ്കിലും എക്കാലവും വിവാദങ്ങളുടെ തോഴനായിരുന്നു EP ജയരാജൻ. EP-യുടെ വിവാദ നടപടികളും പ്രസ്താവനകളും പലതവണയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത്. കൊണ്ടും കൊടുത്തുമുള്ള കണ്ണൂർ ശൈലിക്കിടെയും വൈരുദ്ധ്യങ്ങളും വിവാദങ്ങളും എക്കാലത്തും EP ജയരാജന്റെ രാഷ്ട്രീയ ജീവിതത്തെ പിന്തുടർന്നു. കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ചുള്ള പ്രവർത്തനത്തിന്റെ കാലം കഴിഞ്ഞെന്ന EP-യുടെ പ്രസ്താവന തെല്ലൊന്നുമല്ല വിവാദ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടത്. EP ജയരാജൻ ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കെ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2 കോടി രൂപ ബോണ്ട് വാങ്ങിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. വിവാദം കൈവിട്ടതോടെ പണം മടക്കി നൽകിയാണ് പാർട്ടി തലയൂരിയത്. കണ്ണൂരിലെ EK നായനാർ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസറായി ഫാരിസ് അബൂബക്കറെ കൊണ്ടുവന്നതും EP തന്നെ. ദേശാഭിമാനി പുറത്തിറക്കിയ സപ്ലിമെന്റിൽ VM രാധാകൃഷ്ണൻ എന്ന വിവാദ വ്യവസായിയുടെ പരസ്യം വന്നതും ചർച്ചയായി. വൈരുദ്ധ്യം നിറഞ്ഞ ന്യായീകരണങ്ങളും വിവാദം കൊഴുപ്പിച്ചു. ബന്ധുനിയമനാരോപണം മന്ത്രിപദവി നഷ്ടമാകുന്നതിനും ഇടയാക്കി. EP ജയരാജന്റെ കുടുംബത്തിന് മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള മൊറാഴയിലെ വൈദേകം റിസോർട്ട് വിവാദങ്ങളിൽ നിറഞ്ഞു. സാമ്പത്തിക ആരോപണത്തിന് ഓഹരി പങ്കാളിത്തം ആയുധമായി. തുടർച്ചയായ നാക്കുപിഴ, വിവാദങ്ങൾ തുടർക്കഥയായി. ഒടുവിൽ BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിയതും പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തുറന്നു പറഞ്ഞതും വിവാദങ്ങളുടെ ഒടുവിലത്തെ എപ്പിസോഡ്. 24 കണ്ണൂർ. വാർത്താമഴയിൽ കൂടുതൽ വാർത്തകളിലേക്ക്. കൊച്ചിയിൽ ഡെങ്കിപ്പനി ബാധിച്ച് യുവതി മരിച്ചു. തൃപ്പൂണിത്തുറ സ്വദേശിനി മേരി സാന്റിയോ ആണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുകയാണ്. അശ്വിൻ, കൊച്ചിയിൽ ഈ ഡെങ്കിപ്പനി കേസുകൾ കൂടുതൽ പേർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഒരാൾ മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ, വിശദാംശങ്ങൾ. കൃഷ്ണ, മരട് ഒപ്പം കളമശ്ശേരി അടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഒരു 19 വയസ്സുകാരിയായ വിദ്യാർത്ഥിനി ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. മരട് സ്വദേശിനിയായ മേരി സാന്റിയാണ് ഇന്ന് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മേരിക്ക് പനി ബാധിച്ച് തൃപ്പൂണിത്തുറയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ നിന്ന് അത് ഡെങ്കിപ്പനിയാണ് എന്ന് സ്ഥിരീകരിച്ചതോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ഈ പനി മൂർച്ഛിക്കുകയും 3:30യോടുകൂടി മരണപ്പെടുകയുമായിരുന്നു. 19 വയസ്സാണ് മേരി സാന്റിയയ്ക്കുള്ളത്. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് ഡെങ്കിപ്പനി സാധ്യതകളടക്കം കാണുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കണമെന്നുള്ളതാണ് ആരോഗ്യ വിഭാഗം അടക്കം അറിയിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അശ്വിൻ പാലാഴി. ബലാത്സംഗ കേസ് പ്രതിയായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് CPIM. രാജ്യത്തെ ജനപ്രതിനിധികൾക്കെതിരെയുള്ള കേസുകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുകേഷിന് രക്ഷാകവചം ഒരുക്കിയത്. കുറ്റാരോപിതനായ ഘട്ടത്തിൽ രാജി ആവശ്യമില്ലെന്നും കുറ്റക്കാരനായാൽ നടപടിയെടുക്കുമെന്നുമാണ് MV ഗോവിന്ദന്റെ വിശദീകരണം. വിഷയത്തിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന്റെ നിലപാടിനെ സംസ്ഥാന സെക്രട്ടറി തള്ളി. മുകേഷിനെ പരമാവധി സംരക്ഷിക്കുകയാണ് CPIM. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. UDF-ന്റെ 2 MLA-മാർക്കെതിരെ നേരത്തെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തിട്ട് അവർ രാജിവെച്ചിട്ടില്ല എന്നതടക്കമുള്ള വാദങ്ങൾ നിരത്തിയാണ് മുകേഷിനെ സംരക്ഷിക്കാനുള്ള CPIM നിലപാട്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, IB ഈഡൻ, പീതാംബരക്കുറുപ്പ്, ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അവരാരും MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തെന്ന നിലപാട് വേണ്ടെന്നായിരുന്നു പാർട്ടി വെബ്സൈറ്റിലെ ലേഖനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വ്യക്തമാക്കിയത്. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്തെടുത്ത നിലപാടാണ് നിങ്ങളോട് ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വിശദീകരിച്ചത്. അതാണ് പാർട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സിക്യൂട്ടീവിന്റെ ഭാഗമാകുന്നതുകൊണ്ടാണ് ആരോപണം ഉയരുമ്പോൾ മന്ത്രിമാർ രാജിവെക്കുന്നത്. MLA-മാർ അങ്ങനെയല്ല. ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച ശേഷം കുറ്റവിമുക്തനായാൽ ധാർമ്മികതയുടെ പേരിൽ തിരികെ വരാൻ കഴിയില്ല എന്നാണ്
രാജി ഒഴിവാക്കാനുള്ള മറ്റൊരു ന്യായീകരണം. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. മുകേഷിന്റെ രാജി ആവശ്യം മുന്നോട്ട് വെച്ച CPIയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം മുകേഷിന്റെ രാജി ആവശ്യം വരും ദിവസങ്ങളിലും ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന പരാതിയിൽ ആരോപണ വിധേയനായ മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവർത്തിച്ച് CPI നേതാവ് ആനി രാജ. CPIയിലെയും CPMിലെയും 2 വനിതാ നേതാക്കൾ പറഞ്ഞ നിലപാടും അതാണ്. ഇടതുപക്ഷം എന്നാൽ സ്ത്രീപക്ഷമാണ്. അതിജീവിതകൾക്കും നീതി ഉറപ്പാക്കുമെന്ന് സർക്കാർ അവരെ ബോധ്യപ്പെടുത്തണമെന്നും ആനി രാജ പറഞ്ഞു. അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക്, സർവൈവേഴ്സിന് നീതി ഉറപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ അത് ബോധ്യപ്പെടണം, അവർക്ക് കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ ആ നീതിയിലേക്കുള്ള യാത്ര നടത്തുന്നു ഈ ഗവൺമെൻറ് എന്നുള്ളത് അവരെ കൂടി ബോധ്യപ്പെടുത്തുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ അങ്ങേയറ്റം ആദരവോടെ ഇതിൻ്റെ തുടർ നടപടികൾ എന്ന് വലിയ പ്രതീക്ഷയോടെ വീക്ഷിക്കുന്ന ഒരു സമയമാണിത്. ആ ഗൗരവം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. EP ജയരാജന് തല്ല്, മുകേഷിന് തലോടൽ. CPIM സംസ്ഥാന സമിതി തീരുമാനത്തെ ഇങ്ങനെ സംഗ്രഹിക്കാം: വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് EP ജയരാജനെതിരായ നടപടിയെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുയർന്നു. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമാകുമെന്ന് പൊതുസമൂഹം പ്രതീക്ഷിച്ചെടുത്ത് നടപടിക്ക് വിധേയനായത് EP ജയരാജനാണ്. വിവാദങ്ങൾ ഉയരുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ താൻ ബലിയാടാകുന്നുവെന്ന നിലപാട് EPക്കുമുണ്ടെന്നറിയുന്നു. CPIM പലപ്പോഴും ഊറ്റം കൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ ഡയലോഗ് കൂട്ടുപിടിച്ചാണ്. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കുമറിയില്ലെന്ന ഡയലോഗാണത്. വേറൊരു പാർട്ടിയല്ല, വേറിട്ടൊരു പാർട്ടിയാണ് CPIM എന്ന് അണികൾ ആവർത്തിക്കുകയും ചെയ്യും. എന്നാൽ ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന മുകേഷിന്റെ കാര്യമെത്തുമ്പോൾ വേറിട്ട പാർട്ടിയല്ല, വേറൊരു പാർട്ടി മാത്രമായി CPIM മാറുന്നു. രാജിവെക്കാതിരിക്കാൻ മറ്റു പാർട്ടി ജനപ്രതിനിധികൾ സ്ഥാനങ്ങളിൽ തുടരുന്നതിന്റെ സമീകരണമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയത്. മറ്റു പാർട്ടിക്കാർ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് നമ്മളും ചെയ്യുന്നു എന്ന വാദം അംഗീകരിക്കാനാവില്ലെന്ന് PB അംഗങ്ങളായ ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും പറഞ്ഞിരുന്നു. ഇരുവരുടെയും വാദം തള്ളിയാണ് CPIM സംസ്ഥാന കമ്മിറ്റി മുകേഷ് വിഷയത്തിൽ തീരുമാനമെടുത്തത്. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന പരാതിയിൽ നടനും MLAയുമായ മുകേഷിന്റെ മരടിലെ ഫ്ളാറ്റിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. അന്വേഷണ സംഘവുമായി സഹകരിക്കാതിരുന്ന മുകേഷ് ഫ്ളാറ്റിന്റെ താക്കോൽ പ്രത്യേക സംഘത്തിന് കൈമാറിയതിനു പിന്നാലെയാണ് പരാതിക്കാരിയെ എത്തിച്ച് തെളിവെടുത്തത്. നടൻ മുകേഷിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. പിന്നാലെ പരാതിക്കാരിയെ പീഡനം നടന്നുവെന്ന് കരുതുന്ന മുകേഷിന്റെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മരടിലെ ഫ്ളാറ്റിൽ പരാതിക്കാരിയുമായി എത്തിയ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ തെളിവെടുപ്പാണ് നടത്തിയത്. ലൈംഗിക അതിക്രമം നടന്ന സ്ഥലം ഇതുതന്നെയെന്ന് പരാതിക്കാരി അന്വേഷണ സംഘത്തെ അറിയിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പരാതിക്കാരിയുമായി അന്വേഷണ സംഘം മടങ്ങി. നേരത്തെ ഫ്ളാറ്റിന്റെ താക്കോൽ കൈമാറാൻ മുകേഷ് തയ്യാറായിരുന്നില്ല. മുകേഷിന്റെ നടപടി 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ ഫ്ളാറ്റിന്റെ താക്കോൽ എത്തിച്ചു നൽകിയത്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും തനിക്ക് നേരിട്ട ദുരനുഭവം അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരിച്ചതായും പരാതിക്കാരി വ്യക്തമാക്കി. 24 കൊച്ചി. വാർത്താ മഴ തുടരുന്നു. കോഴിക്കോട് രാമനാട്ടുകര വൈദ്യരങ്ങാടിയിൽ ഹോട്ടലിന് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മിഥില ബാലൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. മിഥില, എപ്പോഴായിരുന്നു സംഭവം? പൂർണ്ണമായും തീയണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആളപായമോ ഒന്നുമില്ലല്ലോ അല്ലേ? ക്രിസ്റ്റീന, അരമണിക്കൂർ മുൻപാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. രാമനാട്ടുകര വൈദ്യരങ്ങാടിയിലാണ്. മലബാർ പ്ലാസ ഹോട്ടലിന്റെ അടുക്കളയിലാണ് തീപിടുത്തമുണ്ടായത്. അടുക്കളയിൽ നിന്നും തീ പടരുന്നത് കണ്ട ഉടൻ തന്നെ തൊഴിലാളികൾ പുറത്തേക്ക് ചാടി. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമുണ്ടായി. ആർക്കും പരിക്കില്ല. അതേസമയം തന്നെ തൊട്ടടുത്ത് നിർത്തിയിട്ട ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നെഞ്ചന്തയിൽ നിന്നും ഫയർഫോഴ്സ് 2 യൂണിറ്റ് എത്തി അരമണിക്കൂർ കൊണ്ടാണ് ഈ ഒരു തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുതന്നെയായാലും ഈ അടുക്കളയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ പുറത്തേക്ക് ചാടിയത് കൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഇവിടെ ഉണ്ടായത്. തീ ഇപ്പോൾ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥില ബാലൻ.
ആലപ്പുഴയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മാല മോഷ്ടിച്ച സംഭവത്തിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കി. വലിയമരം ബ്രാഞ്ച് സെക്രട്ടറി സുധീറിനെയാണ് പുറത്താക്കിയത്. ആലപ്പുഴ നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനാണ്. പിറന്നാൾ ആഘോഷത്തിനിടെയാണ് സ്വർണ്ണമാല കവർന്നത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, എന്തായിരുന്നു ഈ സംഭവം? ഇപ്പോൾ അതിൽ നടപടിയും ഉണ്ടായിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, നഗരസഭയിൽ വലിയ വിവാദമായ സംഭവത്തിലാണ് ഇപ്പോൾ പാർട്ടി തന്നെ നടപടിയെടുത്ത് പ്രാഥമിക അംഗത്തിൽ നിന്ന് ഈ വലിയമരം ബ്രാഞ്ച് സെക്രട്ടറി സുധീറിനെ പുറത്താക്കിയിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടാകുന്ന കഴിഞ്ഞ മാസം ജൂലൈ മാസം 25-ാം തീയതിയാണ് നഗരസഭയിലെ കൗൺസിലർ കവിതയുടെ മകളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു അവിടെയുള്ള ഉദ്യോഗസ്ഥരടക്കം ഒത്തുകൂടിയത്. അവിടെ വെച്ചാണ് നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അവിടുത്തെ ആരോഗ്യ വിഭാഗത്തിലെ ജീവനക്കാരന്റെ 3 പവന്റെ മാല നഷ്ടപ്പെട്ടത്. മാല നഷ്ടപ്പെട്ട വിവരം പിന്നീട് സമൂഹ മാധ്യമങ്ങളടക്കം ഈ കൗൺസിലർ കവിതയും മറ്റ് ആരോഗ്യ വിഭാഗത്തിലെ ആളുകളൊക്കെ തന്നെ സമൂഹ മാധ്യമത്തിൽ ഈ മാല നഷ്ടപ്പെട്ട വിവരം ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഈ മാല നഗരത്തിലെ തന്നെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെക്കാൻ വേണ്ടി ഈ മോഷ്ടിച്ച വ്യക്തി കൊണ്ടുവന്നിരുന്നു. അവിടെ ഈ സ്വർണ്ണ ഇടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരിക്ക് ഈ മാല ഫേസ്ബുക്കിൽ കണ്ട് ഉള്ള പരിചയം കൊണ്ട് ഈ കൊണ്ടുവന്ന വിവരം, ഈ പണയം വെക്കാൻ കൊണ്ടുവന്ന വിവരം അവർ ഈ ഇൻസ്പെക്ടറെ അറിയിച്ചു. അങ്ങനെ ഈ പ്രതി ആരാണെന്നുള്ള വിവരം മനസ്സിലായി. പക്ഷേ പിന്നീട് പാർട്ടി ഇടപെട്ടുകൊണ്ട് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതി പിൻവലിച്ചു, മാല തിരികെ നൽകി. പക്ഷേ ഈ വിഷയം നഗരസഭയിലടക്കം UDF കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ മാല വിഷയം പോലീസും പാർട്ടിയും ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയെങ്കിലും പിന്നീട് അച്ചടക്ക നടപടി എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വലിയമരം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള സുധീറിനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അടക്കം നിർദ്ദേശപ്രകാരം പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. സുധീർ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗത്തിലെ താൽക്കാലിക ഡ്രൈവറായി ജോലി നോക്കുന്ന ആളാണ്. ക്രിസ്റ്റീന, ശരി. ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിപാൽ. മലയാള സിനിമയെ നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന അഭ്യർത്ഥനയുമായി മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെയെന്നും താരം പറഞ്ഞു. സിനിമയിലെ പവർ ഗ്രൂപ്പിൽ താനില്ലെന്നാണ് സിനിമാ രംഗത്തെ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച മോഹൻലാലിന്റെ മറുപടി. മോഹൻലാൽ എവിടെയായിരുന്നു? ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒളിച്ചോടിപ്പോയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, മദ്രാസിലായിരുന്നു. ഉത്തരം പറയാതെ ഒളിച്ചോടിയെന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞു തുടക്കം. മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം മോഹൻലാലിന്റെ വാക്കുകളിൽ വ്യക്തം. സിനിമാ വ്യവസായത്തെ തകർക്കരുതെന്നും നിശ്ചലമാക്കരുതെന്നും ആവർത്തിച്ചുള്ള അഭ്യർത്ഥന. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ്, ഉള്ള ഇൻഡസ്ട്രിയാണ്, ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മോഹൻലാൽ സ്വാഗതം ചെയ്തു. ഹേമ കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് താനും മറുപടി പറഞ്ഞതാണ്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും മോഹൻലാൽ. ഞാൻ 2 പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട്, അവർ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട്, സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പോലീസുണ്ട്. ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട്, അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോടതി വരെ എത്തി നിൽക്കുന്നൊരു വിഷയമാണ്. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു. അന്വേഷണത്തിലുള്ള കാര്യങ്ങളിൽ തനിക്ക് ഉത്തരമില്ലെന്ന് മറുപടി. പവർ ഗ്രൂപ്പ് ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. താരസംഘടന അമ്മയ്ക്കെതിരായ വിമർശനങ്ങളെയും പ്രതിരോധിക്കാനായിരുന്നു മോഹൻലാലിന്റെ ശ്രമം. അമ്മ ട്രേഡ് യൂണിയൻ സംഘടനയല്ലെന്ന് വിശദീകരണം. എല്ലാത്തിനും അമ്മയെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയായിരുന്നു താരസംഘടന അമ്മയിൽ നിന്ന് പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ രാജിവെച്ചത്. എന്നിട്ടും മോഹൻലാൽ പരസ്യമായി പ്രതികരിക്കാത്തതിൽ ചലച്ചിത്ര മേഖലയിൽ നിന്നുൾപ്പെടെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. ചോദ്യങ്ങൾക്ക് എണ്ണി മറുപടിയില്ല. എന്നാൽ താനടക്കം താരസംഘടനാ ഭാരവാഹികളെ വിമർശിച്ചവർക്ക് പരോക്ഷ മറുപടിയാണ് മോഹൻലാൽ നൽകിയത്. വിമർശിക്കുന്നവർ സംഘടനയെ നയിക്കാൻ മുന്നോട്ട് വരട്ടെ എന്നായിരുന്നു പ്രതികരണം. വിമർശനങ്ങളിൽ മറുപടി പറയേണ്ടത് സിനിമാ ലോകം മുഴുവനുമാണെന്ന് മോഹൻലാൽ പറഞ്ഞു.
അമ്മ ഭാരവാഹികൾ കൂട്ടരാജിവെച്ചപ്പോൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും വിമർശകരോടുള്ള മറുപടി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള വരികളുണ്ടായിരുന്നു. സംഘടനയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയ നേതൃത്വം വരട്ടെ എന്നായിരുന്നു കുറിപ്പിലെ വരികൾ. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി പരസ്യ പ്രതികരണത്തിനെത്തിയപ്പോൾ അതേ മട്ടിൽ മറുപടി. ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തത് ശരിയായില്ല. അവർ വരട്ടെ മുന്നോട്ട്, ഒരു ഇലക്ഷൻ വെക്കാം, ഒരു ജനറൽ ബോഡി വിളിക്കാം, അതിൽ ആർക്ക് വേണമെങ്കിലും ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം. സിനിമയിലെ വനിതാ കൂട്ടായ്മ WCCയെ കുറിച്ചുള്ള ചോദ്യത്തിന് മോഹൻലാലിന്റെ മറുപടി ഇങ്ങനെ: ഇതിപ്പോ ഈ WCC അമ്മ എന്നൊക്കെ ഉള്ളൊരു വിഷയം ഇടൂ, മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ, അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ. പുതിയൊരു ഇലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം, അതിനെന്താ കുഴപ്പം? ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മുഴുവനുമാണെന്നാണ് മോഹൻലാൽ പറയുന്നത്. തനിക്കും താരസംഘടന അമ്മയ്ക്കും നേരെ സഹപ്രവർത്തകർ ഉയർത്തുന്ന വിമർശനത്തെ മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞതാണ്: അമ്മ നേതൃത്വത്തിലെ രാജി ഒറ്റക്കെട്ടായ തീരുമാനമെന്നും പ്രതികരണം. അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇവിടെ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത്. ലൈംഗിക ചൂഷണ പരാതികളിൽ പ്രതികളായ സഹതാരങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് മോഹൻലാലിന് മറുപടി ഉണ്ടായില്ല. അന്വേഷണത്തിന്റെ പരിധിയിലുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാണ് ഒഴിഞ്ഞുമാറിയത്. മുഴുവൻ വിഷയങ്ങളിലും മറുപടിയില്ലെങ്കിലും ഒളിച്ചോടിയെന്ന വിമർശനങ്ങൾ തൽക്കാലം കെട്ടടങ്ങുമെന്നാണ് മോഹൻലാലിനൊപ്പമുള്ളവർ കരുതുന്നത്. 24 തിരുവനന്തപുരം. സിനിമാ രംഗത്തെ ശുദ്ധീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി. സ്ത്രീകൾക്ക് നിർഭയമായി കടന്നുവരാനും ജോലി ചെയ്യാനുമുള്ള അവസരം സിനിമാ രംഗത്തുണ്ടാകണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഭിമാനകരമെന്നും ചലച്ചിത്ര രംഗത്ത് മനസ്സുകളെ മലിനമാക്കുന്ന പ്രവൃത്തികൾ ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പരിപാടിയിൽ മോഹൻലാലിനെ വേദിയിലിരുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ശക്തമായ വിമർശനം. സ്ത്രീകൾക്ക് നിർഭയമായി കടന്നുവന്ന് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള എല്ലാ സ്വതന്ത്രാവസരങ്ങളും ചലച്ചിത്ര രംഗത്തുണ്ടാവണം. കലാകാരികളുടെ മുൻപിൽ ഒരുവിധ ഉപാധികളും ഉണ്ടാവരുത്. കലേതരമായ ഒരു വ്യവസ്ഥയും ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില പരാതികളുണ്ടായപ്പോൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. സ്ത്രീകളുടെ തൊഴിലവകാശത്തിനും അഭിമാന സംരക്ഷണത്തിനും വേണ്ടി സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുക തന്നെ ചെയ്യും. അവർക്ക് നിർഭയമായി കലാപരമായ കഴിവുകൾ തെളിയിക്കുവാൻ കഴിയുന്ന സുരക്ഷിതത്വമുള്ള വിധത്തിൽ കലാരംഗത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ എന്നറിയിക്കട്ടെ. ദുരനുഭവങ്ങളെ തുടർന്നാണ് മലയാള സിനിമ ഉപേക്ഷിച്ചതെന്ന് നടി കസ്തൂരി. സംവിധായകനും പ്രൊഡക്ഷൻ മാനേജരും മോശമായി പെരുമാറി. പ്രൊഡക്ഷൻ മാനേജറുടെ മുഖത്തടിച്ചാണ് മലയാളം സിനിമ വിട്ടതെന്നും കസ്തൂരി 24നോട് തുറന്നു പറഞ്ഞു. In the industry, I have faced some idiots, especially in a Malayalam film. That is why I stopped acting in Malayalam. That production manager got a slap from me. വർഷങ്ങൾക്ക് മുൻപ് പ്രമുഖ മലയാള നടിക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ കാര്യമായ പിന്തുണ മേഖലയിൽ നിന്ന് ലഭിച്ചില്ല. ഇതിന്റെ മുതലും പലിശയും ചേർത്താണ് ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നതെന്ന് കസ്തൂരി തുറന്നടിക്കുകയാണ്. തുറന്നു പറയുന്നതിൽ മലയാള നടിമാരോട് ബഹുമാനമുണ്ട്. തമിഴിൽ ഖുഷ്ബു സുന്ദർ ഉൾപ്പെടെയുള്ളവർ ഒന്നും പ്രതികരിക്കുന്നില്ല. ഇങ്ങ തമിഴ്നാട്ടിൽ ഒരുത്തർ കൂടെ പേசுறதுக்கு கூட பயப்படுறாங்க. They are afraid to talk. People like Khushbu are afraid to talk. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കാര്യമായി ഒന്നുമില്ല. എന്നാൽ മാറ്റത്തിന്റെ തുടക്കമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറി ഇന്നും 1000 റിപ്പോർട്ട്സ് വന്നാലും യൂസ് ഇരിക്കാതെ. Until government passes laws and people start respecting any women. In the രണ്ട് தான் ഫസ്റ്റ് വേണം. തമിഴ് സിനിമാ രംഗത്തും ഹേമ കമ്മിറ്റി മാതൃകയിൽ അന്വേഷണം നടത്തുമെന്ന നടൻ വിശാലിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പവർഫുള്ളായ നടൻ എന്ന നിലയിൽ വാഗ്ദാനങ്ങൾ നൽകാതെ കൃത്യമായി ഇടപെടുകയാണ് വേണ്ടതെന്നും കസ്തൂരി പറഞ്ഞു. ശ്രീകാന്ത് ഗൗരിശപ്പട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംവിധായകൻ രഞ്ജിത്ത്, നടന്മാരായ സുധീഷ്, ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. സംവിധായകൻ VK പ്രകാശിനെതിരായ ആരോപണത്തിൽ അന്വേഷണ സംഘം പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി.
ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലാണ് നടൻ സുധീഷ്, അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്നിവർക്കെതിരെ കോഴിക്കോട് നടക്കാവ് പോലീസ് കേസെടുത്തത്. അമ്മയിൽ അംഗത്വം നൽകുന്നതിന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് ഇടവേള ബാബു ആവശ്യപ്പെട്ടെന്നാണ് പരാതി. സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്നും വിനോദയാത്ര പോകാൻ നിർബന്ധിച്ചെന്നുമാണ് സുധീഷിനെതിരായ പരാതി. പീഡന പരാതിയിന്മേൽ കൊച്ചിയിലെ നടിയുടെ മൊഴിയും ആലുവ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി. സംവിധായകൻ തുളസീദാസിനെതിരായ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തി. അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് സംവിധായകനിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്നാണ് പരാതി. 2018 ഒക്ടോബറിൽ അമ്മയ്ക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. അതേസമയം സംവിധായകൻ VK പ്രകാശിനെതിരായ ലൈംഗിക ആരോപണ പരാതിയിൽ പോലീസ് യുവതിയുടെ രഹസ്യമൊഴിയെടുക്കും. പള്ളിത്തോട്ടം പോലീസാണ് കൊല്ലം CJM കോടതിയിൽ അപേക്ഷ നൽകിയത്. 24 കോഴിക്കോട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫെഫ്ക മൗനം പാലിച്ചിട്ടില്ലെന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ B ഉണ്ണികൃഷ്ണൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാവരുടെയും പേരുകൾ പുറത്തുവരണമെന്നാണ് ഫെഫ്കയുടെ നിലപാട്. പരാതികളിൽ ജസ്റ്റിസ് ഹേമ ഇടപെട്ടില്ലെന്നും ഫെഫ്ക വിമർശിച്ചു. ഫെഫ്കയുടെ മൗനത്തിനെതിരെ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് B ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഉൾപ്പെടുത്തി ഒരു വാർത്താ സമ്മേളനമാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ താരസംഘടനയിലെ ചില വ്യക്തികളുടെ എതിർപ്പായിരുന്നു പ്രതികരണം വൈകാൻ കാരണം. നമുക്ക് ഇൻഡസ്ട്രിയിലെ എല്ലാ സംഘടനകൾക്കും ഒരുമിച്ച് വേണമെങ്കിൽ മാധ്യമങ്ങളെ നാളെ ഒന്ന് കാണാം. കണ്ടിട്ട് നമുക്ക് അവരോട് പറയാം, ഇതിനകത്ത് വിശദമായ പഠനങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ്. പക്ഷെ അന്ന് അതിനനുകൂലമായിരുന്നു അവിടെയെങ്കിലും ആക്ടേഴ്സ് അസോസിയേഷനിലെ ചില ആക്ടേഴ്സ് അതിനെ വളരെ ശക്തിയുക്തം എതിർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്ത ഫെഫ്ക പരാതികളിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സ്വീകരിച്ച സമീപനത്തെ രൂക്ഷമായി വിമർശിച്ചു. ജസ്റ്റിസ് ഹേമ അവരൊരു ന്യായാധിപയാണ് അല്ലേ? അപ്പോൾ കോഗ്നിസൻ്റ് ആയിട്ടുള്ളൊരു ക്രൈം അവരുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അന്ന് ആക്ട് ചെയ്യേണ്ടതാണ് എന്നൊരു അഭിപ്രായവും ഞങ്ങൾക്കുണ്ട്. ആരോപണ വിധേയരായ ഫെഫ്ക അംഗങ്ങൾക്കെതിരെ തൽക്കാലം നടപടിയില്ല. കോടതി പരാമർശമോ അറസ്റ്റോ ഉണ്ടായാൽ മാത്രം ആദ്യഘട്ട നടപടി സ്വീകരിക്കുമെന്നും സംഘടന വ്യക്തമാക്കി. ഇന്നലെ രാജിവെച്ച ആഷിഖ് കപൂറിന്റെ നിലപാട് വിചിത്രമാണെന്നായിരുന്നു B ഉണ്ണികൃഷ്ണന്റെ നിലപാട്. ഹേമ കമ്മിറ്റിയിൽ സംഘടന വിശദമായി ചർച്ച ചെയ്ത് വിശകലന റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൈമാറുമെന്നും ഫെഫ്ക അറിയിക്കുന്നു. 24 കൊച്ചി. ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഇത്തരം നിലപാടുകളിൽ നടപടി സ്വീകരിക്കും. ഏകീകൃത കുർബാന നടപ്പാക്കിയ പല പള്ളികളിലും ആത്മാർത്ഥമായ സമീപനം കണ്ടില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആശങ്ക അകറ്റണമെന്നും സർക്കുലറിൽ പറയുന്നു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, മാർ റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ഈ പറയുന്നത് പോലെ ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കാനാകുമെന്ന പ്രതീക്ഷയൊക്കെ പങ്കുവച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത് നടന്നിട്ടില്ല. ഒപ്പം തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിലുള്ള ആശങ്ക ഒഴിവാക്കണം എന്നും ഈ സർക്കുലറിൽ പറയുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, സിനഡാനന്തര സർക്കുലറിലാണ് നിലവിൽ മാർ റാഫേൽ തട്ടിൽ തന്റെ അതൃപ്തി രേഖപ്പെടുത്തിയത്. നേരത്തെ തന്നെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളിൽ സിനഡ് എത്തിയിരുന്നു. അതിൽ പ്രധാനമായും ഞായറാഴ്ച ദിവസമെങ്കിലും ഒരു കുർബാന ഒരു പള്ളിയിൽ ഏകീകൃത രീതിയിൽ നടപ്പാക്കണം എന്നായിരുന്നു. എന്നാൽ ചില പള്ളികളിൽ ഇപ്പോഴും അതിനോട് വിമുഖത കാണിക്കുന്നുണ്ട്. അത് അത്ര നീതീകരിക്കാനാവുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇനിയും അത്തരം നടപടികൾ തുടർന്നാൽ നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം ഏകീകൃത കുർബാന നടപ്പാക്കുന്ന പള്ളികൾ അതിലൊരു ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്ന് അദ്ദേഹം വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. മറ്റു വിഷയങ്ങൾ രാഷ്ട്രീയമായി കൂടി ആ സഭ തങ്ങളുടെ പ്രതികരണം വ്യക്തമാക്കുന്നു. അതിലൊന്ന് മുല്ലപ്പെരിയാറാണ്. ആശങ്ക നിലനിൽക്കുന്നുണ്ട് അവിടെ. പക്ഷേ അത് കൃത്യമായി സർക്കാർ ഇടപെടണം. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന നിലപാടിൽ സഭ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മാർ റാഫേൽ തട്ടിൽ തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന, വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും. ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ ചേർത്ത് പിടിച്ച് 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാകാൻ 24. എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നാളെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടക്കും. പരിപാടിയുടെ പ്രചാരണാർത്ഥം വയനാട് ടൂറിസം കൂട്ടായ്മ 24മായി കൈകോർത്ത് ബൈക്ക് റാലി സംഘടിപ്പിച്ചു. നാളെ വയനാട് നടക്കുന്ന 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് എന്റെ കുടുംബം വയനാടിനൊപ്പം പരിപാടിയും സംഘടിപ്പിച്ചിട്ടുള്ളത്. 24 കണക്റ്റുമായി സഹകരിച്ച് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് കൈത്താങ്ങാകാനാണ് പരിപാടി. പരിപാടിയുടെ പ്രചരണാർത്ഥം വയനാട് ടൂറിസം കൂട്ടായ്മ
24-മായി കൈകോർത്ത് മെഗാ ബൈക്ക് റാലി നടത്തി. ടി സിദ്ദിഖ് MLA ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നാളെ വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ദുരന്തബാധിതർ, രക്ഷാപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങൾ, കലാകാരന്മാർ, 24 അവതാരകർ എന്നിവർ ആദ്യമായി ഒരു വേദിയിൽ ഒത്തുചേരും. നമ്മൾ 24 കണക്ട് ഒപ്പമുണ്ട്. വയനാടിനെ നമ്മൾ അണച്ചു നിർത്തും. വയനാടിൻ്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും. ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല. രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ സ്പെഷ്യൽ മോർണിംഗ് ഷോ ചൂരൽമല, മുണ്ടക്കൈ ദുരന്തബാധിത മേഖലകളിൽ നിന്നായിരിക്കും. 24 വയനാട്. ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് നാദാപുരം വിലങ്ങാട് പഠനം നടത്താൻ കേന്ദ്ര ദുരന്ത നിവാരണ സംഘമെത്തി. സംസ്ഥാന ദുരന്ത നിവാരണ സംഘവും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. വയനാടിനൊപ്പം വിലങ്ങാടിനെയും ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്ന് സംഘാംഗങ്ങൾ വ്യക്തമാക്കി. ബിൽഡിംഗ് റിസർച്ച് ഓർഗനൈസേഷൻ ഡയറക്ടർ പ്രദീപ് കുമാർ ഉൾപ്പെടെ 4 പേരാണ് സംഘത്തിലുള്ളത്. ഇ കെ വിജയൻ MLA ആവശ്യപ്പെട്ടത് പ്രകാരമാണ് വയനാട്ടിലെ പരിശോധനകൾക്ക് ശേഷം സംഘം വിലങ്ങാടെത്തിയത്. വാർത്താമഴ തുടരുന്നു. നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ കോടതിയെ സമീപിച്ച് മണിയൻപിള്ള രാജു. ഫോർട്ട് കൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്യാം, വിവരങ്ങൾ. ക്രിസ്റ്റീന, നേരത്തെ നടി ഉന്നയിച്ച ആരോപണങ്ങളിൽ മണിയൻപിള്ള രാജു ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിപ്പെട്ടിരുന്നു. ഈ പരാതിയിലാണ് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് സൈറ്റിൽ നടിയുടെ റൂമിനടുത്ത് താമസിച്ചുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. എന്തായാലും ഈ കേസിലാണ് മണിയൻപിള്ള രാജു ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ എത്തിയിരിക്കുന്നത്. എറണാകുളം സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജി സെപ്റ്റംബർ 6 പരിഗണിക്കുന്നതിന് വേണ്ടി കോടതി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കളമശ്ശേരിയിൽ ബസ്സിൽ കയറി കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. കളമശ്ശേരി സ്വദേശി മിനു ബിജു ആണ് പിടിയിലായത്. പ്രതിയുടെ ഭാര്യയുമായി കൊല്ലപ്പെട്ട അനീഷിന് ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതി മിനു ബിജുവിന്റെ ഭാര്യയുമായി ബസ് കണ്ടക്ടർ അനീഷിന് ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് മൊഴി. കൊലയ്ക്ക് മുമ്പ് ഇയാൾ ഭാര്യ ജോലി ചെയ്യുന്ന കടയിലെത്തി മൊബൈൽ ഫോണുകൾ വാങ്ങിക്കൊണ്ടുപോയിരുന്നു. ഭാര്യയുമായി ബന്ധമുണ്ടെന്ന പേരിൽ 2 ദിവസം മുമ്പ് മറ്റു 2 പേരെയും ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് പറയുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ കളമശ്ശേരി HMT ജംഗ്ഷനിൽ നടന്ന കൊലപാതകത്തിന് ശേഷം മിനൂബ് ഓടി രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കളമശ്ശേരിയിൽ നിന്ന് ആലുവ ഭാഗത്തേക്ക് പോയതായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുട്ടത്ത് നിന്നാണ് മിനൂബിനെ പിടികൂടിയത്. 24 കൊച്ചി. വാർത്താമഴ പൂർണ്ണമാകുന്നു. നമസ്കാരം.